നമസ്കാരം. ഒരു വീട്ടിൽ ജലസ്രോതസ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതിനാൽ കിണർ ഒരു വീടിന് അനിവാര്യം തന്നെയാകുന്നു. വീടിന്റെ വടക്ക് കിഴക്ക് ദിശയിൽ ശുദ്ധജല സംഭരണി വരുന്നത് ഏറ്റവും ശുഭകരമായി തന്നെയാണ് കണക്കാക്കുന്നത്. അത് ആ വീടുകൾക്ക് പോസിറ്റീവ് ഊർജം നൽകുന്നതിന് ഏറ്റവും ഉത്തമമായി തന്നെ പരാമർശിക്കും. ഇതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വീട്ടിലെ സസ്യങ്ങൾ. വീടുകളിൽ സസ്യങ്ങൾ ഏവരും നട്ടു വളർത്തുന്നവർ തന്നെയാകുന്നു. ചില സസ്യങ്ങൾ വീടുകളിൽ നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ സൗഭാഗ്യം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. ആ ചെടികളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. അതായത് കിണറിനോട് ചേർന്ന് നടുകയാണ് എങ്കിൽ ആ വീടുകളിലേക്ക് മഹാഭാഗ്യം കൊണ്ടുവരുന്ന, സൗഭാഗ്യം കൊണ്ടുവരുന്ന ആ ചെടികൾ ഇവയാകുന്നു. ഇവ വീടുകളിൽ വളരുന്നത് പോലും അതീവ ശുഭകരമാണ്. നിങ്ങൾ വീടുകളിൽ ഈ സസ്യങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് വീടിന്റെ മഹാഭാഗ്യം തന്നെയാകുന്നു. ആദ്യത്തേതായ സസ്യം മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് വീടുകളിൽ വളർത്തുന്നവർ തന്നെയാണ് ഏവരും. എന്നാൽ കിണറിന്റെ വശത്ത് അല്ലെങ്കിൽ കിണറിന്റെ അടുത്തായി മണി പ്ലാന്റ് വളർത്തുന്നത് ആ വീടുകളിൽ സൗഭാഗ്യവും ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. അത് ശുഭകരമായി ഭവിക്കുന്നു എന്നതാണ് വാസ്തവം. കാരണം ഒരു വീട്ടിലേക്ക് സമ്പത്തിനെ ആകർഷിക്കുവാൻ സഹായകരമായ ഒരു സസ്യമാകുന്നു. അതിനാൽ തന്നെ ഇവ വീടുകളിൽ വളർത്തുന്നതിലൂടെ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് ക്രമേണ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ശരിയായ രീതിയിലുള്ള പരിപാലനം ആ വീട്ടിലെ മണി പ്ലാന്റിന് അനിവാര്യമാകുന്നു. ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. മറ്റൊരു സസ്യമായി പരാമർശിക്കുന്നത് കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. വീടുകളിൽ വളരുന്നത് പോലും മഹാഭാഗ്യമായി കണക്കാക്കുന്ന ഒരു സസ്യമാണ് കറ്റാർവാഴ. കിണറിന്റെ ദിശയിൽ വളർത്തുകയാണ് എങ്കിൽ, അഥവാ കിണറിനോട് ചേർന്ന് വളർത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി തന്നെ പരാമർശിക്കുന്നു. ഈ ദിശയിൽ വളർന്നു വരുന്നത് ചില പ്രത്യേകമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് സഹായകരമായി തീരും. ഭാഗ്യം ക്രമേണ അനുകൂലമായി തീരും. ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ പോസിറ്റീവ് ഊർജം ആ വീടുകളിൽ നിറയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായി തീരും. നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവത്തെ കുറയ്ക്കുവാൻ സഹായകരമായി തീരും എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും ഈ സസ്യവും നിങ്ങളുടെ വീടുകളിൽ ഇപ്രകാരം വളർത്തുന്നത് ഇരട്ടി ഫലദായകമാണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഒരു സസ്യമാകുന്നു. പ്രത്യേകിച്ചും ചുവന്ന ചെമ്പരത്തി ദേവി പ്രീതിയെ സൂചിപ്പിക്കുന്ന പുഷ്പം എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ഏത് നിറത്തിലുള്ള ചെമ്പരത്തിയാണ് എങ്കിലും കിണറിന്റെ തൊട്ടടുത്ത് ഇവ വളർത്തുന്നത് അതീവ ശുഭകരമായി തന്നെ കണക്കാക്കുന്നു. കിണറിന്റെ അടുത്തായി വളർത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും ചില അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ടുവരും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ട ആ ദോഷകരമായ ഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സഹായകരമായി തീരും. ശത്രുക്കൾക്ക് നിങ്ങളുടെ മേൽ വിജയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവായ ഊർജങ്ങളുടെ അവരുമായി ബന്ധപ്പെട്ട പ്രഭാവം കുറയ്ക്കുവാൻ സഹായകരമായി തീരും. അതിനാൽ തീർച്ചയായും ഇവ വീടുകളിൽ കിണറിനോട് ചേർന്ന് വളർത്തുന്നത് ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു സസ്യം തുളസിയാണ്. തുളസിയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ മുടിയായാണ് തുളസിയെ കണക്കാക്കുന്നത്. കിണറിന്റെ അടുത്തായി തുളസി വളരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാണ് പരാമർശിക്കുക. കാരണം ഒരു വീട്ടിലേക്ക് ഐശ്വര്യം, അഭിവൃദ്ധി, ഉയർച്ച എന്നിവ കൊണ്ടുവരുവാൻ സഹായകരമാണ് തുളസി. ശരിയായ രീതിയിലുള്ള പരിപാലനം അതിനാൽ ആവശ്യമായിട്ടുണ്ട്. ശരിയായ രീതിയിൽ പരിപാലിച്ചില്ല എങ്കിൽ ഫലങ്ങൾ മറിച്ചാണ് സംഭവിക്കുക. ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതിന് സഹായകരമാണ് തുളസി വീടുകളിൽ വളർത്തുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. തുളസി വളർത്തുന്നതിലൂടെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പ്രത്യേകിച്ചും കിണറിന്റെ അടുത്ത് വളർത്തുന്നത് ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. ശരിയായ രീതിയിലുള്ള പരിപാലനവും അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് മുളയാണ്. മുളയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്.
കാരണം ഒരു വീട്ടിലേക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകുന്നതായ നെഗറ്റീവ് ഊർജങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ പലരുടെയും ജീവിതത്തിൽ ദോഷകരമായി ഭവിക്കുന്നു എന്നതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമാണ് മുള. മുള വീടുകളിൽ വളർത്തുന്നത് പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായി തീരും. ഭാഗ്യം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഭാഗ്യം ക്രമേണ അനുകൂലമായി തീരും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിനാൽ അനുകൂലമാണ് മുള വീടുകളിൽ വളർത്തുന്നത്. അതിനാൽ തീർച്ചയായും ഈ കാര്യത്തിന് പ്രാധാന്യം നൽകുക. കിണറിനോട് ചേർന്നല്ലാതെ, അതായത് തൊട്ടടുത്തല്ലാതെ ഒരല്പം നീങ്ങി മുള നട്ടു വളർത്തുന്നതാണ് ശുഭകരം. ആ കാര്യത്തിന് പ്രാധാന്യം നൽകുക. മറ്റൊരു സസ്യം മന്ദാരമാണ്. പലരുടെയും വീടുകളിൽ മുൻപ് കാണാറുള്ള ഒരു സസ്യമാണ് മന്ദാരം. എന്നാൽ പല വീടുകളിലും ഇന്ന് മന്ദാരമില്ല എന്നതാണ് വാസ്തവം. മന്ദാരത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. കാരണം പൂജയിൽ എടുക്കുന്നതായ ഒരു പുഷ്പം കൂടിയാണ് മന്ദാരം. ഇവ വീടുകളിൽ വളർത്തുന്നത് ആ വീടുകളിൽ ഭാഗ്യം അനുകൂലമാകുന്നതിന്, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. പ്രത്യേകിച്ചും കിണറിന്റെ അടുത്തായി ഇവ വളർത്തുകയാണ് എങ്കിൽ അത് ശുഭകരമായി തന്നെ കണക്കാക്കുന്നു. പ്രത്യേകിച്ചും ഒരു വീട്ടിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് അത് സഹായകരമായി തീരും എന്നാണ് പറയുക. അതിനാൽ ഏറ്റവും വിശേഷമാണ് ഈ സസ്യം വീടുകളിൽ കിണറിനോട് ചേർന്ന് വളർത്തുന്നത്. വാഴ. വാഴയുടെ പ്രാധാന്യം ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്കും വാഴ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉള്ള ഒരു സസ്യമായാണ് വാഴയെ കണക്കാക്കുന്നത്. അതിനാൽ വീടുകളിൽ ഇവ വളർത്തുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. വാഴയിലെയും വാഴപ്പഴത്തിനും പൂജാ ചടങ്ങുകളിൽ പ്രത്യേകമായ പരിഗണനയുണ്ട്, സ്ഥാനമുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഇവ വീടുകളിൽ വളർത്തുന്നത് ഉത്തമം തന്നെയാകുന്നു. വീട്ടുവളപ്പിൽ വാഴ ഉണ്ട് എങ്കിൽ അത് സമ്പൽ സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുക. ധാരാളമായി വാഴ പിടിച്ചു വരുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. വന്നു ചേരേണ്ടതായ പല ദോഷകരമായ കാര്യങ്ങളെയും തരണം ചെയ്യുവാനോ ഒഴിഞ്ഞു പോകുവാനോ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. കിണറിന്റെ അടുത്തായി വാഴ ഉണ്ടാകുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. പ്രത്യേകിച്ചും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാനസികപരമായ സൗഖ്യം കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമാണ്. ഇപ്രകാരം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരാം. അതിനാൽ മഹാവിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു സസ്യം തന്നെയായ വാഴയെ വീടുകളിൽ വളർത്തുക. പ്രധാനമായും കിണറിന്റെ അടുത്തായി വളർത്തുന്നത് ഏറ്റവും ശുഭകരമായി ഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.